മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഗ്യാനേഷ് കുമാർ ചുമതലയേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടങ്ങുന്ന സമിതിയാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തത്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേൽക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള പുതിയ സമിതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, രാജീവ് കുമാർ അദ്ദേഹം ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1988 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗ്യാനേഷ് കുമാർ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇന്നിപ്പോൾ നിർമ്മാൺ ഭവനിൽ ചുമതലയേൽക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും വലിയ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ 2027 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം നേതൃത്വം നൽകേണ്ടത് ഗ്യാനേഷ് കുമാറാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് ഈ വർഷം നവംബറിൽ നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ ഏപ്രിൽ മാസത്തിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2029 ജനുവരി വരെയാണ്. അതായത് 2029 ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 19ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുൻപായി 2029 ജനുവരി മാസം വരെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ഉണ്ടാകും. അദ്ദേഹത്തിന് മുന്നിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണം. അതോടൊപ്പം തന്നെ 2027 ജൂലൈ മാസത്തിൽ നടക്കുന്ന പ്രസിഡന്റും ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനും അദ്ദേഹം നേതൃത്വം നൽകണം. അദ്ദേഹത്തിന് കേരളവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്.